സത്യത്തിൽ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കിൻ്റെ സംസ്ഥാനമാണോ, അതോ ഇതൊരു ബനാന റിപ്പബ്ലിക്കാണോ? എവിടേക്കാണ് ഈ സംസ്ഥാനം പോകുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ എൻ്റെ ആശങ്ക പങ്കുവയ്ക്കാനാണ് ഞാനിത് പറഞ്ഞത്. 20 കോടി രൂപ മുടക്കി കേരള സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന നവകേരള സർവേ നിർത്തിവെക്കാൻ കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഒരു ഡിവിഷൻ ബെഞ്ചാണ് ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതൊരു നിസ്സാരമായ ഒരു കാര്യമാണ് എന്ന് കരുതാൻ നമുക്ക് കഴിയില്ല. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് നിഷ്പക്ഷമതികളായ ആളുകൾ, പൊതുസമൂഹം, ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ചിന്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവി ഇരുളടഞ്ഞതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേരള ഹൈക്കോടതി ഇത്തരം ഒരു ഉത്തരവിലൂടെ കേരള ഗവൺമെൻറ് നടത്താൻ തീരുമാനിച്ചിരുന്ന നവകേരള സർവേ നിർത്തിവെക്കാൻ ആവശ്യപ്പെടാനുള്ള ചില കാരണങ്ങൾ പൊതുസമൂഹത്തെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എന്തുകൊണ്ട് കേരള ഹൈക്കോടതി അത് പറഞ്ഞു? അതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തത് കേരള സംസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കേരള ഹൈക്കോടതി ഈ സർവേ നിർത്തിവെക്കാൻ പറഞ്ഞത്. ഈ സർവേ നിർത്തിവെക്കാൻ ആദ്യം കോടതി പറഞ്ഞ ആദ്യത്തെ കാരണം, ഇത് റൂൾസ് ഓഫ് ബിസിനസ്സിനും ബജറ്റ് മാനുവലിനും എതിരാണ്. അപ്പോൾ റൂൾസ് ഓഫ് ബിസിനസ്സിനും ബജറ്റ് മാനുവലിനും എതിരായി നഗ്നമായ ധന ദുർവിനിയോഗം നടത്താൻ ഒരു സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത എന്തുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. ഇത്തരമൊരു സർവേ നടത്തി പണം ചെലവഴിക്കാൻ ധനവിനിയോഗ അനുമതിയില്ലാതെയാണ് കേരള സംസ്ഥാനത്ത് ഇത്തരമൊരു തീരുമാനം കേരള ഗവൺമെൻറ് കൈക്കൊണ്ടത് എന്നാണ് കേരള ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഉത്തരവിൽ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ധനവിനിയോഗ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ലംഘിച്ച് ഒരു ഗവൺമെൻറ് പണം ധൂർത്തടിക്കാനും ഇഷ്ടം പോലെ ചെയ്യുവാനും തുടങ്ങിയാൽ എവിടെ എത്തും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവി എന്ന് ആലോചിക്കണ്ടേ. ഏറ്റവും കൗതുകകരമായൊരു കാര്യം, ഹൈക്കോടതി ഇത് റദ്ദാക്കാൻ ഒരു കാരണം പറഞ്ഞത്, ഈ സർവേ നടത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ തന്നെ ബന്ധപ്പെട്ട ഉത്തരവുകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി പാർട്ടി കേഡറുകൾക്ക് അയച്ച സർക്കുലറിൽ ഈ സർവേയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒരു ഗവൺമെൻറ് ഉത്തരവ് വരുന്നതിന് മുമ്പ് പാർട്ടി സെക്രട്ടറി സർക്കുലറിലൂടെ അണികളെ അറിയിക്കുകയാണ്, ഇങ്ങനൊരു സർവേ നടത്താൻ പോകുന്നുണ്ട്, നിങ്ങളതിൻ്റെ വോളണ്ടിയർമാരാകണം, 20 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്, നിങ്ങൾ സർവേ നടത്തണം എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഖജനാവിൽ നിന്നും 20 കോടി രൂപ മുടക്കി പാർട്ടി കേഡറിനെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ നടത്താൻ തീരുമാനിച്ച ഒരു സർവേ, അതൊരു ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എത്ര നഗ്നമായൊരു വിവേചനമാണ് ഇക്കാര്യത്തിൽ കേരള സർക്കാർ കാണിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു കാര്യമാണോ എന്ന് നമ്മൾ ആലോചിക്കണ്ടേ. സാക്ഷരതയുടെ പേരിൽ അഭിമാനിക്കുന്നവരാണ് കേരളീയർ. സാമൂഹിക ക്ഷേമ സൂചികകളിൽ കേരളം ഒന്നാമതാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ അഭിമാനിക്കുന്നു. വിദ്യാഭ്യാസമായാലും ശരി, ആരോഗ്യ സംരക്ഷണമായാലും ശരി, സാമൂഹ്യ പൊതുബോധമായാലും ശരി, ഇതിലൊക്കെ കേരളീയർ മുന്നിലാണ്. ഒരു കാര്യം നമുക്ക് തർക്കമില്ലാതെ പറയാം, ശുചീകരണത്തിൻ്റെ കാര്യത്തിൽ, പരിസര ശുചീകരണത്തിൻ്റെ കാര്യത്തിലല്ല, വ്യക്തി ശുചീകരണത്തിൽ, പേഴ്സണൽ ഹൈജീൻ്റെ കാര്യത്തിൽ കേരളീയർ വളരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. രാവിലെ എണീക്കുകയും കുളിക്കുകയും പല്ല് തേക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് കേരളത്തിലുള്ളത്. മറ്റു പല സംസ്ഥാനങ്ങളിൽ ചെന്നാൽ അതല്ല എന്ന് നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കുളിക്കുകയും പല്ല് തേക്കുകയും ചെയ്തുകൊണ്ട് മാത്രം ഒരു ജനത പ്രബുദ്ധരായിട്ട് മാറുമോ? അവരുടെ ജനാധിപത്യപരമായ അവകാശങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കണ്ടേ. തങ്ങളുടെ ഗവൺമെൻറ്, തങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ് ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ കണ്ണടയ്ക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമാണോ? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇവിടെ നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ, 20 കോടി രൂപ മുടക്കി പാർട്ടി കേഡറിനെ ഉപയോഗിച്ച് ഗവൺമെൻറ് നടത്താൻ തീരുമാനിച്ചിരുന്ന ഒരു ഇലക്ഷൻ പ്രചരണ പരിപാടി കേരള ഹൈക്കോടതി റദ്ദാക്കി എന്ന് തന്നെയാണ്. മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഒരു പാശ്ചാത്യ രാജ്യത്തായിരുന്നെങ്കിൽ ഈ ഒരൊറ്റ ഉത്തരവ് മതി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് രാജിവെക്കാനും ജനവിധി തേടാനും അവരെ പ്രേരിപ്പിക്കാൻ. പക്ഷേ നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഈ കാര്യങ്ങളൊന്നും ആപ്ലിക്കബിൾ അല്ല എന്ന് നമുക്കറിയാം.
ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. സംസ്ഥാനം ധനവിനിയോഗം നടത്തണമെങ്കിൽ അതിന് കൃത്യമായ ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ പണം ചെലവഴിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ പണം ചെലവഴിച്ച് ഇഷ്ടം പോലെ ഇത് നടത്താൻ തീരുമാനിച്ച ഒരു പാർട്ടി പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത ഒരു വലിയ ഫണ്ടിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നമ്മൾ ആലോചിക്കണം. അത് പാർട്ടിക്കാർ തന്നെയാണ് പറയുന്നത്. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി ഏരിയ സെക്രട്ടറി പറയുന്ന ഒരു കാര്യമാണ്. പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് അദ്ദേഹം എന്താണ് പറയുന്നത്, ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് പണമൊക്കെ പിരിക്കും, പക്ഷേ കണക്കൊന്നും തരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. കണക്ക് തരാൻ സൗകര്യമില്ല. പൊതുസമൂഹത്തിൽ നിന്ന് പണം പിരിച്ചിട്ട് ഒരു പാർട്ടി നേതാക്കന്മാർ അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവ് പറയുകയാണ്, ഞങ്ങൾ പണം പിരിക്കും, പക്ഷേ നിങ്ങൾ കണക്ക് ചോദിക്കരുത്. കണക്ക് ഞങ്ങൾ പറയും, അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് കണക്ക് പറയും, പൊതുസമൂഹത്തിനോട് കണക്ക് പറയാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു നാണംകെട്ട അവസ്ഥയിൽ CPIM എത്തിച്ചേർന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് പാർട്ടിയിലെ ആത്മാർത്ഥതയുള്ള അണികൾ ചിന്തിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. പൊതുസമൂഹവും ചിന്തിക്കണം. നിങ്ങൾ കൊടുക്കുന്ന പണത്തിന് കണക്ക് തരാൻ സൗകര്യമില്ല എന്ന് പറയുന്ന ആളുകൾ പണം പിരിക്കാൻ വരുമ്പോൾ അവർക്ക് സംഭാവന കൊടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് പൊതുസമൂഹമല്ലേ? ഇത് ആട് മാഞ്ചിയം തട്ടിപ്പ് പോലെ അല്ലെങ്കിൽ ബ്ലേഡ് കമ്പനി തട്ടിപ്പ് പോലെ ഒരു തട്ടിപ്പല്ല എന്നെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? അപ്പോൾ അതാണ് ഈ CPIM-ഉം അതുപോലെ തന്നെ പാർട്ടി നേതൃത്വവും ഇക്കാര്യത്തിലൊക്കെ സ്വീകരിച്ച ഒരു നിലപാട്. ആ നിലപാട് തന്നെയാണ് കേരള സർക്കാരിൻ്റെ പണത്തിൻ്റെ കാര്യത്തിലും അവർ തീരുമാനിച്ചത്. റൂൾസ് ഓഫ് ബിസിനസ്സിന് അനുഗുണമല്ലാതെ അതല്ലെങ്കിൽ ബജറ്റ് മാനുവലിന് എതിരായി പണം ചെലവഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇതെങ്ങനെ ചെലവഴിക്കും എന്ന് ചോദിച്ചാൽ ധനമന്ത്രി പറയും, അല്ലെങ്കിൽ മന്ത്രിമാർ പറയും, ഞങ്ങൾ വിനിയോഗിക്കും, നിങ്ങളാരാ ചോദിക്കാൻ, ഞങ്ങൾക്ക് അതിൻ്റെ കണക്ക് പറയാൻ സൗകര്യമില്ല എന്ന് സംസ്ഥാനത്തിൻ്റെ പണം ഉപയോഗിച്ച് ചെയ്താൽ അതിന് കഴിയില്ല എന്നാണ് കേരള ഹൈക്കോടതിയുടെ ഉത്തരവിലൂടെ അവരെ ബോധ്യപ്പെടുത്തിയത്. പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, പൊതുസമൂഹത്തിന് ഇതറിയുകയും ചെയ്യാം. ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത് എന്താണ്? ദേവസ്വം ബോർഡിലെ കൊള്ള. സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്താനായി പിരിച്ച തുക എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. അത് തന്നെ രക്തസാക്ഷി ഫണ്ടിന് ധനരാജ ഫണ്ടിന് പിരിച്ചതിൻ്റെ പോലെ ധനരാജ് രക്തസാക്ഷി ഫണ്ടിന് പിരിച്ച പോലെ തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ചിലവഴിച്ച പണം. അത് പിരിക്കുകയല്ല, ചിലവഴിക്കുകയായിരുന്നു. കോടിക്കണക്കിന് രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് അവരത് തൂർത്തടിച്ച് നടത്തിയ ഒന്നാണ്. ഗാനമേളയ്ക്ക് വരാത്ത ഒരു ട്രൂപ്പിന് 8 ലക്ഷം രൂപ എഴുതി ചിലവഴിച്ചിരിക്കുന്നു. നേതാക്കന്മാർ വരുമ്പോൾ കിടക്കാനായി കട്ടിലിന് 1 ലക്ഷം രൂപ. ആലോചിച്ച് നോക്കണം, പകൽ നടക്കുന്ന ഒരു സംഗമത്തിനായി ചിലവഴിച്ച പണമാണിത്. കോടികൾ ഇങ്ങനെ തൂർത്തടിക്കുകയാണ്. എത്ര നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അയ്യപ്പൻ്റെ പണം കൊള്ളയടിച്ചു, നാട്ടുകാരുടെ പണം വാങ്ങിച്ചിട്ട് കണക്ക് തരില്ല എന്ന് പറയുന്നു. അവസാനമായി സർക്കാരിൻ്റെ പണവും വിനിയോഗിച്ചിട്ട് അത് സൗകര്യമുള്ളതുപോലെ ചെയ്യുക എന്ന് പറയുന്നത് ജനാധിപത്യ ബോധമുള്ള ഒരു ഗവൺമെൻറ്റിന് ഭൂഷണമല്ല, അത്തരം ഒരു ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും ഭൂഷണമല്ല. അതാണ് ഹൈക്കോടതി ചോദിച്ചത്, പാർട്ടിയും ഗവൺമെൻറ്റും ഒന്നായിട്ട് മാറിയോ എന്ന്. അത് വലിയ ഗൗരവമായ ഒരു ചോദ്യമാണ്. പാർട്ടിയും ഗവൺമെൻറ്റുമായി ഒന്നായിട്ട് മാറുക എന്നത് ജനാധിപത്യത്തിൽ നമുക്ക് ചിന്തിക്കുന്നതിനൊക്കെ എത്രയോ അപ്പുറമാണ്. ഞാൻ എന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലെ പൊതുസമൂഹം ഇത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വളരെ ഗൗരവതരമായൊരു സ്ഥിതിയിലേക്ക് കേരള സംസ്ഥാനം എത്തിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പൊതുസമൂഹം ചിന്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും ശരി, ഇടതുപക്ഷം വാഗ്ദാനം ചെയ്തത് അവർ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. LDF വരും, എല്ലാം ശരിയാകും. LDF വന്നു, ഒന്നിനു പുറകെ ഒന്നായി എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. ലാൽ സലാം സഖാക്കളെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.